ന്യൂ മീഡിയ ആൻഡ് സൊസൈറ്റി, മാധ്യമങ്ങളും സമൂഹവും എന്നുള്ള വിഷയത്തിലാണ് നമ്മുടെ അടുത്ത ഫയർസൈഡ് ചാറ്റ്. മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന നിലയിലും MLA എന്നുള്ള നിലയിലും നമുക്ക് സുപരിചിതനായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സ്വയം അടയാളപ്പെടുത്തിയ ഒരു നേതാവാണ് വേദിയിലേക്ക് ആദ്യം എത്തുന്നത്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. He is also a well-known media critic and cultural activist. Joining him on stage, Sri Shajan Skaria, മുൻനിര ഇന്ത്യൻ പത്രപ്രവർത്തകനാണ്. ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഓൺലൈൻ മാധ്യമങ്ങളിലൊന്നായ മറുനാടൻ മലയാളിയുടെ സ്ഥാപകനാണ്. നമുക്കെല്ലാം സുപരിചിതമായ മുഖമാണ്. മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ ദീപികയിലെ മുൻ സബ് എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തന മേഖലയിൽ 25 വർഷത്തിനുമേൽ അനുഭവ പരിചയമുള്ളയാളാണ്. ആദ്യം നമ്മളോട് സംസാരിക്കാനായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിനെ തന്നെ സാദരം ക്ഷണിക്കുന്നു. ന്യൂ മീഡിയ ആൻഡ് സൊസൈറ്റി എന്നതാണ് പല രൂപമാറ്റങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള വിഷയം, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വിഷയം. ന്യൂ മീഡിയ എന്ന് പറഞ്ഞാൽ എന്ത്, അതിനൊരു വിശദീകരണം ആവശ്യമില്ല. കാരണം നമുക്കെല്ലാവർക്കും അതറിയാം. ഈ മീഡിയ എന്ന വാക്കിന് തന്നെ വലിയ പഴക്കമില്ല. ഞാൻ ഈ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പത്രം അല്ലെങ്കിൽ പത്രപ്രവർത്തനം, ജേർണലിസം എന്നീ വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ പോലും അല്ലെങ്കിൽ ഞങ്ങൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും അറിയാതെ പത്രപ്രവർത്തകൻ എന്ന വാക്ക് അപ്രത്യക്ഷമായി, പത്രപ്രവർത്തനം എന്ന വാക്ക് അപ്രത്യക്ഷമായി. പകരം മീഡിയ എന്ന പദം കടന്നു വന്നു. മീഡിയ എന്ന് പറയുമ്പോൾ മിഡിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ മാധ്യമം എന്ന് പറയുമ്പോഴും മധ്യത്തിൽ നിൽക്കുന്ന ഒന്ന്, രണ്ട് കൂട്ടർ തമ്മിൽ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥാപനം ആണ് മാധ്യമം. കൺവേ ചെയ്യുക, ആശയങ്ങളുടെ അവതരിപ്പിക്കുക, പ്രചരിപ്പിക്കുക, എക്സ്പ്രസ് ചെയ്യുക, അതൊക്കെയാണ് മാധ്യമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാധ്യമം എന്ന വാക്ക് വളരെ അടുത്ത കാലത്ത് രൂപം കൊണ്ട ഒന്നാണ്. അത് അധികം പഴക്കമെത്തുന്നതിന് മുമ്പ് തന്നെ ന്യൂ മീഡിയ എന്ന പദം വന്നു കഴിഞ്ഞു. അപ്പോൾ അന്നുവരെ മീഡിയ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് എന്തോ അതെല്ലാം പഴയതായി. ലെഗസി മീഡിയ എന്നൊക്കെ വാക്ക് വന്നു. ഇപ്പോൾ ന്യൂ മീഡിയ ആണ്. ന്യൂ മീഡിയ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിന് ശേഷമുള്ള ഒരു സംഭവ വികാസമാണത്. ഇൻ്റർനെറ്റ് എന്നത് ലോകചരിത്രത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തമായി പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. ഭാവിയിൽ അത് കുറേ കൂടി വിശാലമായ അർത്ഥത്തിൽ വിലയിരുത്തപ്പെടുകയും ചെയ്യും. ഇൻ്റർനെറ്റ് എന്ന് കേൾക്കുമ്പോൾ അതൊരു വല, അതാണ് വല തന്നെയാണത്. ഈ ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ ഈഡിപ്പസ് മഹായുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിൽ ജയിച്ച സമരനായകൻ അഗമെമ്നോൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവാണ്. അപ്പോഴേക്കും അയാളുടെ ഭാര്യ അവരുടേതായ മറ്റൊരു ലോകം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അഗമെമ്നോനെ എന്ന് വെച്ചാൽ ശക്തനാണ്, കരുത്തനാണ്, വധിക്കണം, കൊല്ലണം, അത് ഭാര്യയുടെ ഉദ്ദേശമായിരുന്നു. അല്ലെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ സ്ത്രീ ഒരു വല വിരിച്ച് അഗമെമ്നോനെ വീഴ്ത്തി കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ക്ലിപ്റ്റംനെസ്ട്ര എന്നാണ് സ്ത്രീയുടെ പേര്. ക്ലിപ്റ്റംനെസ്ട്രയുടെ വല പോലെയാണ് ഇന്നത്തെ ഇൻ്റർനെറ്റ്. ആ ഇൻ്റർനെറ്റിൽ ലോകം മുഴുവൻ കുരുങ്ങിക്കിടക്കുകയാണ്. ആർക്കും അതിൽ നിന്ന് മോചനമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ സ്വാഭാവികമായും മാധ്യമപ്രവർത്തനത്തിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരും. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ സംഭവവികാസം വന്നത് ഈ ഇൻ്റർനെറ്റിലൂടെ ലോകത്തിന് മുഴുവൻ ഏവർക്കും അവരുടേതായ സംസാരം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന മൗലികമായ അവകാശം സാക്ഷാത്കരിക്കുന്നതിനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു ജനാധിപത്യം തുടങ്ങിയത്. ഗ്രീസിൽ, ആഥൻസിൽ അരിയോപെറ്ററ്റിക്ക എന്നൊരു പ്രദേശമുണ്ട്, ഉയർന്ന സ്ഥലം. അവിടെ ഏത് ഗ്രീക്ക് പൗരനും വിദേശിക്ക് വേണമെങ്കിലും അവിടെ വന്ന് സംസാരിക്കാം, സ്വന്തം അഭിപ്രായം പറയാം. അതിൽ കേൾക്കാൻ കൊള്ളേണ്ടതാണെന്ന് തോന്നിയാൽ
അത് കേൾക്കുന്നതിനും അവിടെ ആളുകളുണ്ടാകും. എന്നതുപോലെ ആഗോള വ്യാപകമായ ഒരു വേദി ഇൻ്റർനെറ്റ് നമുക്ക് തുറന്നു വന്നിരിക്കുന്നു. അതിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ന്യൂ മീഡിയ എന്നത് ഈ മാധ്യമപ്രവർത്തനത്തെ അല്ലെങ്കിൽ അറിവിൻ്റെ വിന്യാസത്തെ അത്ഭുതകരമായ രീതിയിൽ ജനാധിപത്യവൽക്കരിച്ചിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ വിഷയം ഇന്നിവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂ മീഡിയ ആൻഡ് പൊളിറ്റിക്സ് എന്നോ ന്യൂ മീഡിയ ആൻഡ് എനിത്തിങ് നമുക്കെടുക്കാം. കാരണം മാധ്യമങ്ങളില്ലാതെ നമുക്കൊരു ജീവിതമില്ല. അവിടെ പഴയ മീഡിയയുമുണ്ട്, ന്യൂ മീഡിയയുമുണ്ട്. ആ ന്യൂ മീഡിയ എങ്ങനെയാണ് നാം ജീവിക്കുന്ന ഈ ലോകത്തെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നാളെ നമുക്കെന്തെല്ലാം കാര്യങ്ങളാണ് ഓഫർ ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയായി നമുക്ക് ഈ സംവാദ വേദിയെ മാറ്റിയെടുക്കാം. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഷാജൻ സ്കറിയ ഈ വിഷയത്തിൽ ഒരു തുടക്കം ഇട്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ഈ ചർച്ച മാധ്യമം എന്ന വാക്ക് തന്നെ കടന്നു വന്ന ആ വഴികളെക്കുറിച്ച് വരെ സൂചിപ്പിച്ച് തുടങ്ങി വെച്ചതിന് നന്ദി. അടുത്തതായി നമ്മളോട് സംസാരിക്കാനായി ശ്രീ ഷാജൻ സ്കറിയെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഒരു പ്രസംഗമല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംഭാഷണം എന്നതിനപ്പുറം ഇത് ഫലപ്രദമാകണമെങ്കിൽ കേൾക്കാൻ ഇരിക്കുന്നവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയും അതിന് ഞങ്ങൾ ഉത്തരം പറയുകയും ചെയ്യുന്നതായിരിക്കും എന്നൊരു നിർദ്ദേശം എനിക്കുണ്ട്. അതിൻ്റെ സംഘാടകർ വേണ്ടത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇൻ്റർനെറ്റ് സാവിയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നില്ല. എൻ്റെ ജേർണലിസം പഠനം പൂർത്തിയായതിനു ശേഷം ഞാൻ ഫ്രീലാൻസ് തിരഞ്ഞെടുത്തു. ആ കാലത്ത് ഫ്രീലാൻസ് തിരഞ്ഞെടുക്കുക പ്രയാസമായിരുന്നു. പക്ഷേ അതൊരു വരുമാന മാർഗം എന്ന അർത്ഥത്തിൽ നല്ലതായിരുന്നു. അപ്പോൾ ഒരു യാത്ര അങ്ങോട്ട് പുറപ്പെടും. എൻ്റെ എരുമേലി, കോട്ടയം ജില്ലയിലെ എരുമേലിയിലാണ് എൻ്റെ വീട്. അവിടെ നിന്നൊരു യാത്ര പുറപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ആകാശവാണിയുടെ പ്രഭാതപേരി എന്ന പ്രോഗ്രാമിനുള്ളൊരു 4-5 പ്രോഗ്രാം കാണും. വനിതയ്ക്കോ ഗൃഹലക്ഷ്മിക്കോ കന്യകയ്ക്കോ കൊടുക്കാൻ പറ്റുന്ന വളരെ ലൈറ്റായിട്ടുള്ള 2-3 ഐറ്റം കാണും. മനോരമയുടെയോ മാതൃഭൂമിയുടെയോ അല്ലെങ്കിൽ ദീപികയുടെയോ മംഗളത്തിൻ്റെയോ ദേശാഭിമാനിയുടെയോ സൺഡേ സപ്ലിമെൻറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയെങ്കിലും കാണും. കൂടാതെ ആന്ധ്രയിൽ ഈനെടു എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. അവർക്കൊരു വസുന്ധര എന്ന് പറയുന്നൊരു വനിതാ സപ്ലിമെൻ്റ്, അതിനുള്ള സാധനങ്ങൾ കാണും. ഇങ്ങനെ ഒരു യാത്ര വരുന്നു, തിരിച്ചു വരുന്നു, വീട്ടിലിരുന്ന് ഇതെല്ലാം കുറിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് പോയി ആകാശവാണി പോയി റെക്കോർഡിങ് കൊടുക്കുന്നു. ദേശാഭിമാനി പോയി ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അല്ല, അതിന് മുകളിൽ പ്രസ് ഡയറക്ടറായിരിക്കുന്ന പ്രഭാവർമ്മയെ കണ്ട് ദേശാഭിമാനിയിലുള്ളത് കൊടുക്കും. ഇങ്ങനെ ഒരു യാത്രയിൽ തരക്കേടില്ലാത്ത വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അന്നൊരു എനിക്ക് തോന്നുന്നൊരു 93-97 കാലഘട്ടത്തിലാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വരുമാനം നല്ലതാണ്, പക്ഷെ ഒരു സ്ഥിരം പണിയില്ല. വിവാഹത്തിൻ്റെ സമയമാകുന്നു, ജോലിയില്ലെങ്കിൽ കാമുകിയുടെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞാൻ ദീപിക ജോലിക്ക് കയറുന്നത്. ദീപിക ജോലിക്ക് കയറുമ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ദീപികയിലായിട്ട് കയറി ഡെസ്കിലേക്ക് ചെല്ലുമ്പം എനിക്കൊരു ഭയം. കാരണം അന്ന് ഈ പേജ് മേക്കറിലാണ് ഈ പേജ് ഉണ്ടാക്കുന്നത്. കമ്പ്യൂട്ടർ തുടങ്ങി, ഇൻ്റർനെറ്റ് തുടങ്ങി, പേജ് മേക്കറിലാണ് ഉണ്ടാക്കുന്നത്. അത് പേസ്റ്റപ്പ് തന്നെയാണ്. ഇത് കട്ട് ചെയ്ത് ഫിലിം ഒട്ടിച്ചാണ് അടയ്ക്കുന്നത്. പക്ഷേ ഈ പേജ് മേക്കറിൽ പണി ചെയ്യണം. അങ്ങനെ വേണമെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയണം. കമ്പ്യൂട്ടർക്ക് ധാരണയുണ്ട്, ഒന്നും എനിക്കറിയില്ല. ഒരു ആശങ്കയുടെ ദിനം. പക്ഷെ ആദ്യ ദിവസം തന്നെ, പിന്നീട് ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന PT ചാക്കയായിരുന്നു എൻ്റെ ഡെസ്ക് ചീഫ്. ആദ്യ ദിവസം തന്നെ സ്വാഭാവികമായും പത്രസ്ഥാപനങ്ങളിൽ ഞാൻ നേരിട്ട് സബ് എഡിറ്ററായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, ട്രെയിനി ആയിട്ടല്ല. അതിൻ്റെ ഒരു അസ്വസ്ഥത അവിടെ ഉണ്ടാവുമല്ലോ. ചീഫ് എഡിറ്ററിനെ വിളിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ എനിക്കൊരു പേജിൻ്റെ ചുമതല നൽകി. എനിക്ക് പേജ് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. PT ചാക്ക എന്നോട് നിനക്ക് നല്ല പരിചയം കാണുമായിരിക്കുമല്ലോ, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, ഡയറക്റ്റായിട്ട് കയറിയതല്ലേ എന്ന് ചോദിച്ച് ഏൽപ്പിച്ചതാണ്. പക്ഷേ നമ്മൾ ആ പരീക്ഷണം അന്ന് തന്നെ മറികടന്നു. അന്ന് 5250 രൂപയാണ് ദീപിക സബ് എഡിറ്റർ, അതായത് ട്രെയിനിങ് പൂർത്തിയാക്കി കിട്ടുന്ന സബ് എഡിറ്റർക്കുള്ള ശമ്പളം എനിക്കും കിട്ടിയിരുന്നു.
ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ഇരട്ടി വരുമാനമുണ്ടായിരുന്നു മാസം, പക്ഷെ ശമ്പളമായിരുന്നില്ല, അത് മാത്രം. ഞാനിത് പറയുന്നത്, എനിക്ക് സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ഞാനൊരു പത്രസ്ഥാപനത്തിലേക്ക് ജോലിക്ക് കയറുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റൽ ഓൺലൈൻ മീഡിയ തുടക്കക്കാരനാവാൻ എനിക്ക് സാധിച്ചു. അതും ഈ സാങ്കേതികവിദ്യ ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ കൊണ്ട് എനിക്ക് വാട്സാപ്പ് നോക്കാൻ അറിയാം, മെയിൽ നോക്കാൻ അറിയാം, ഫോൺ വിളിക്കാൻ അത്ര അറിയത്തുള്ളൂ. ഞാനിത് പറയാൻ കാര്യം, സാങ്കേതിക വിദ്യ എന്ന് പറയുന്നതിനെ ഭയത്തോടുകൂടി കാണേണ്ട ഒന്നല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരൻ നേതാവ് പറയുന്നത് കേട്ടു, നിർമ്മിതി ബുദ്ധിയുടെ കാലം വരുമ്പോൾ 60% പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും, അപ്പോൾ സോഷ്യലിസ്റ്റ് വിപ്ലവം വരുന്നു. ഈ ഒരു സങ്കല്പവും ആശങ്കയും എക്കാലത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം, സാങ്കേതിക വിദ്യ യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യർക്കുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നെ പോലുള്ള സാധാരണ മനുഷ്യർക്കുള്ളതാണ് എന്ന്. ഇത് നമ്മൾ ഇതിൻ്റെ അഗാധമായ ജ്ഞാനത്തിലേക്ക് പോവുകയും അതിൽ ഗവേഷണം നടത്തുകയും അതിൽ കണ്ടുപിടുത്തം, അതൊക്കെ കുറച്ചുപേർ എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ സാധാരണ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാധ്യതകൾ നേരത്തെ മുൻകൂട്ടി കണ്ട് അവയിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഞാൻ ദീപികയിൽ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ വിദേശത്ത് പോവേണ്ടി വരുന്നു. UK-യിലാണ്. UK-യിൽ ചെന്നിട്ട് ഒരു ഫാക്ടറിയിൽ ഞാൻ പണിയെടുക്കുകയാണ്. ഒരു കോൾഡ് സ്റ്റോറാണ്, അതായത് ഒരു വലിയ മാനുഫാക്ചറിങ് കമ്പനി. ആ മാനുഫാക്ചറിങ് കമ്പനിയിലെ ഫൈനൽ പ്രോഡക്റ്റ് കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറിലാണ് എൻ്റെ ജോലി. അപ്പോൾ ഗുണമുണ്ട്, മാനേജർമാർ അങ്ങോട്ട് വരത്തില്ല, കാരണം ഒരു -1 പോകാൻ തണുപ്പ് 0.1, ഇതാണ് -1-നും 1-നും ഇടയിലാണ് തണുപ്പ്, അതിനുള്ള വസ്ത്രമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ധാരാളം റെസ്റ്റ് ടൈം കിട്ടും. ഈ സമയത്ത് ഞാൻ അവിടുത്തെ പത്രങ്ങളൊക്കെ വായിക്കുന്നു, ഇംഗ്ലീഷ് പത്രങ്ങൾ. ക്യാൻറ്റീനിൽ പോവും, സകല ഇംഗ്ലീഷ് പത്രങ്ങളും വായിക്കുന്നു. ഈ പത്രങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക്, മലയാളികൾക്ക് അറിയേണ്ട പലതും അവരറിയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങി ഈ വിവരങ്ങളൊക്കെ അവരെ അറിയിച്ചാൽ കൊള്ളാമല്ലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഓർക്കണം, എനിക്ക് ഓൺലൈൻ പോർട്ടലിൻ്റെ ABCD അറിയത്തില്ല. അന്ന് ദീപികയാണ് എല്ലാവരും കാണുന്ന ഓൺലൈൻ പോർട്ടൽ. മനോരമയുണ്ടെങ്കിലും, കേരളകൗമുദിയും മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വായിക്കുന്നത് ദീപിക. ആദ്യം ദീപിക തുടങ്ങിയത്. അവിടെയാണ് UK-യിലെ മലയാളികൾക്ക് വേണ്ടി മാത്രം അവർക്കറിയേണ്ട ഒരു പത്രം എന്ന നിലയിൽ ഈ പോർട്ടൽ, ബ്രിട്ടീഷ് മലയാളി എന്ന പോർട്ടൽ ആരംഭിക്കും. ഇത് വളരെ സ്വാഭാവികമായി രൂപപ്പെട്ടു വന്നതാണ്, വളരെ സ്വാഭാവികമായി രൂപപ്പെട്ടു. അന്ന് അവിടെ പോലും ബ്രോഡ്ബാൻഡ് തുടങ്ങുന്നതേ ഉള്ളൂ, ഡയലപ്പാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഫോണ്ട് എന്ന് പറയുന്ന സാധനം വായിക്കാൻ വയ്യാത്ത സാഹചര്യമുണ്ട് അവിടെ വരുമ്പോൾ. അപ്പം മലയാളത്തിൽ എഴുതി പ്രിൻ്റ് എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് ആഡ് ചെയ്യുവാണ്. ബ്രോഡ്ബാൻഡ് അല്ല നോക്കണം, ഡയലപ്പാന്ന് നോക്കണം. രാവിലെ ബ്രിട്ടീഷിലെ UK-യിലെ മലയാളികൾ എഴുന്നേൽക്കുമ്പോൾ ഇത് ഓണാക്കിയിട്ട് പോകും, ഒരു വാർത്ത ക്ലിക്ക് ചെയ്തിട്ട് പോകും, ടോയ്ലറ്റിൽ പോകും, തിരിച്ചു വരുമ്പോഴേ ഓണാവത്തുള്ളൂ. എന്നാലും വായിക്കുന്ന തരത്തിൽ കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് അത് അടുത്ത ഘട്ടത്തിലേക്ക് മാറി. ഈ മാധ്യമ പ്രവർത്തന രംഗത്തിൽ കുറേ മാറ്റം, ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാനിത് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും അടിസ്ഥാനപരമായി ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ചോ ഇൻ്റർനെറ്റിനെ കുറിച്ചോ ഉള്ള അറിവോ ഗവേഷണ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ചു. ഇന്നിപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കുന്നത്, ഏറ്റവും വലിയ കണ്ടുപിടുത്തമായി നമ്മൾ നേരത്തെ കരുതുന്ന വിമാനമാണ്. പക്ഷെ ഇൻ്റർനെറ്റ് വന്ന് ഇമെയിൽ വന്നപ്പോൾ ഒരു വലിയ അത്ഭുതമായി. കാരണം ഒരേ സമയം ലോകത്തെ എല്ലായിടത്തും, അതിനു മുമ്പ് മൊബൈൽ വന്നപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും, ഒരു പേജറിൽ നിന്ന് മൊബൈലിലേക്കുള്ള ഒരു ജമ്പിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ എക്വിപ്ഡ് ആകുമ്പോൾ നമ്മൾ ഈ മാറ്റത്തിൻ്റെ ഭാഗം. ഇപ്പോൾ മാധ്യമം, ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണം, എങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ മാറ്റാമെന്നാണ്. കാരണം അങ്ങനെ ഞാൻ പരീക്ഷണം നടത്തിയില്ലെങ്കിൽ പിന്തള്ളപ്പെട്ടു. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറേ പ്രസംഗം നടത്തി, അതാ പിന്തള്ളപ്പെട്ടു പോകും. ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ ഓൺലൈൻ മീഡിയ ഒക്കെ സജീവമായി വരുന്നു, ചാനലുകളുണ്ട്. പക്ഷെ ചാനലുകളിലെ വാർത്തകൾ അവർ സംപ്രേഷണം ചെയ്തതിന് ശേഷം ആ ബുള്ളറ്റിനുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് ഓരോരോ വാർത്തകൾ അപ്ലോഡ് ചെയ്താൽ ജനം ഇഷ്ടപ്പെടുമായിരിക്കും. മലയാളത്തിൽ ആദ്യമായി ഇപ്പോൾ 100 കണക്കിന് ഓൺലൈൻ ചാനലുകളുണ്ട്, വാർത്താ ചാനലുകളുണ്ട്. പക്ഷേ മലയാളത്തിൽ ആദ്യമായി ഞങ്ങളാണ് മറുനാടൻ TV എന്ന പേരിൽ ഒരു സാധനം തുടങ്ങിയത് 2017. അതെങ്ങനെയാണെന്ന് വെച്ചാൽ,
നമുക്ക് അതിനുള്ള നെറ്റ്വർക്ക് ഒന്നുമില്ല. ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ ബുള്ളറ്റിൻ വരുമ്പോൾ തന്നെ നമ്മളതിലെ പ്രധാന പോയിന്റ് എടുത്തിട്ട് വാർത്തയാക്കും. അവർ യൂട്യൂബിൽ ഇടുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ യൂട്യൂബിൽ വരും. കാരണം അവർ പതിയെ യൂട്യൂബിൽ ഇടൂ. 2-3 മിനിറ്റിലുള്ള വാർത്തകൾ എന്ന സങ്കല്പം ഞങ്ങളാണ് തുടങ്ങി വെക്കുന്നത്. ഇത് എന്തെങ്കിലും സാങ്കേതിക വിദ്യയുടെ ജ്ഞാനമുള്ളത് കൊണ്ടല്ല, ഇത് കൊള്ളാം, മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കണമെന്ന് തോന്നലുള്ളത് കൊണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കാലം നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്. ഇപ്പം ഇതിനു മുമ്പുള്ള സെഷനിൽ പാത്രം കഴുകാനായിട്ടും തുണിയലക്കാനുമായിട്ടും ഒക്കെ നിർമ്മിത ബുദ്ധിക്ക് കഴിയും. അതാണ് കാത്തിരിക്കുന്നത്. അതൊക്കെ ഉറപ്പല്ലേ? പാത്രം കഴുകാൻ ഇപ്പോൾ തന്നെ സാധ്യമുണ്ട്, ഇപ്പോൾ തന്നെ സാധിക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തനം തന്നെ മാറുന്ന രീതി ഉണ്ടാവും. നമ്മുടെയൊക്കെ രീതികൾ മാറുന്ന, നമ്മുടെയൊക്കെ അതിനെ നമ്മൾ എങ്ങനെ മാറണം? അയ്യോ അതോടെ തൊഴിൽ നഷ്ടപ്പെട്ടു, നമ്മൾ വീട്ടിലിരിക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അതിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമ്മൾ വളരും. അവിടെയാണ് ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയെ പ്രതീക്ഷയോടെ കാണുന്നത്. കാരണം ഇപ്പോഴും എനിക്കൊന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി മാത്രമുള്ളൂ തോന്നുന്നു കേരളത്തിൽ, എനിക്ക് ഉറപ്പില്ല, ഈ നിർമ്മിത ബുദ്ധിയിൽ ഡിഗ്രി ഉള്ളത്. ഇതൊരു ഈ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിച്ച് എല്ലാം നമുക്ക് തന്നെ മാറാം. അതായത് പുതിയ ആളുകൾക്കുള്ളതല്ല. പലരും പറയുന്ന മാതിരി ഇതാ നിർമ്മിത ബുദ്ധി വന്നു, കുറച്ചു പേരുടെ പണി ഇല്ല. ജോലി ചെയ്യുന്നവൻ ആ തൊഴിലിൽ ഇത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ മേഖലയ്ക്കും പറ്റും. അത് ഇന്റർനെറ്റ് നാട്ടിലുണ്ടാക്കിയ വിപ്ലവം പോലെ തന്നെ മറ്റൊരു വിപ്ലവത്തിന് തുടക്കമിടുകയാണ് നിർമ്മിത ബുദ്ധി. അതിൻ്റെ സ്വപ്നമാണ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് കാണുന്നത്. ഈ മാറുന്ന കാലത്തിനൊപ്പം നമുക്കൊക്കെ സഞ്ചരിക്കാം. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, എന്നെ കേൾക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂത്ത് അല്ല. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പം മറുനാടൻ മലയാളി തുടങ്ങുമ്പോൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്ന യൂത്തിനെയാണ്, IT കാരെയും യൂത്തിനെയുമാണ്. പക്ഷെ ഇന്ന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഫോളോ ചെയ്യുന്നതും റിട്ടയർ ചെയ്ത ആളുകളാണ്. അത് വഴിയിൽ ഓട്ടോറിക്ഷക്കാർ മുതൽ സെക്യൂരിറ്റിക്കാർ മുതൽ പ്രൊഫഷണലുകൾ മുതൽ പ്രൊഫഷണൽ വരെ പ്രത്യേകിച്ച് റിട്ടയർമെൻ്റ് ആളുകൾ കാണുന്നു. അപ്പം അവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈലിലേക്ക് അവരുടെ ജീവിതം ചുരുങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ നമ്മൾ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ. എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്യുപ്മെൻസായി മൊബൈൽ മാറി. അപ്പം മൊബൈൽ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഭാഗമാവാൻ നമുക്കൊക്കെ കഴിയുമ്പോൾ നമ്മളൊക്കെ വിജയിക്കും, അല്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും. ഇതാണ് ഞാൻ ഈ പറയുന്ന ഈ ന്യൂ മീഡിയയുടെ സ്വാധീനം. ന്യൂ മീഡിയ എന്ന് പറയുന്നത്, പണ്ടൊക്കെ വാർത്തകൾ, ഒരു വാർത്ത സൃഷ്ടിക്കപ്പെട്ടാൽ ആ വാർത്ത മാധ്യമങ്ങൾക്ക് അനീണമായിരുന്നു, വരണമായിരുന്നു. ഇന്ന് ഒരു വ്യക്തിക്ക് മാധ്യമമാവാം. ഒരാളിരുന്ന് ഒരു ലൈവ് ചെയ്താൽ ഒരു ഫോളോവേഴ്സ് ഇല്ലാത്ത ഒരാളാണെങ്കിലും പൊടുന്നനെ അത് ലോകം മുഴുവൻ എത്തും. അതുകൊണ്ട് ഒരു വാർത്തയും ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പ്രതീക്ഷയോടെ കാണുക, നമ്മൾ സ്വയം എക്വിപ്ഡ് ആവുക. നമ്മൾ എവിടെയാണോ, ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ നാട് ഇന്നും നേരിടുന്ന ഒരു പ്രശ്നം, ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ആ മേഖലയിൽ വിദഗ്ധരില്ല. എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ ആർക്കും ഒന്നും അറിയത്തില്ല. ഇവിടെ അടുക്കളപ്പണി ചെയ്യുന്നവർ, മേസ്തിരിപ്പണി ചെയ്യുന്നവർ, വണ്ടി ഓടിക്കുന്നത്, ഈ ചെയ്യുന്ന ഏത് തൊഴിലും പ്രൊഫഷണലായി ഭംഗിയായി പെർഫെക്റ്റായി ചെയ്താൽ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവത്തേയില്ല. ഹാർഡ് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ സാങ്കേതിക വിദ്യ അതിലേക്ക് ഉപയോഗിക്കണം. ഈ സാങ്കേതിക വിദ്യ അതാണ് മനുഷ്യന് മാറ്റമുണ്ടാക്കുന്നത്. അതിനുള്ള ഒരു തുടക്കമാണ് ഈ ഫ്യൂച്ചർ സമ്മിറ്റ്. ഞാൻ കൂടുതൽ വിശദാംശം കിടക്കുന്നില്ല. ഫ്യൂച്ചർ, ന്യൂ മീഡിയയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നൂറുൽ ഇസ്ലാം സർവകലാശാല, നൂറുൽ ഇസ്ലാമാന്ന് തോന്നുന്നു, മറ്റേ തക്കലയൊക്കെ ഉള്ള മജീദ് ഖാൻ എന്ന് പറയുന്ന ഒരാളുടെ സ്വപ്നത്തിൽ രൂപപ്പെട്ട് വന്നതാണ്. 85 വയസ്സ് 86 വയസ്സുണ്ട്. ഞാനൊരിക്കൽ അദ്ദേഹത്തെ കാണാൻ പോയി. ഞാൻ അദ്ദേഹത്തോട് എന്താ ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞെങ്ങനെ ഈ കമ്പ്യൂട്ടറിലൊക്കെ വായിക്കുന്ന പത്രം. അപ്പം ഞാൻ ഓർത്ത് അദ്ദേഹത്തിന് ഇത്ര, പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ അടുത്ത പണി നോക്കിക്കോണം, അടുത്ത സ്റ്റെപ്പിലേക്ക് പൊക്കോണം. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുവാണ്, ഇനി സൂര്യനിൽ നിന്നായിരിക്കില്ല ഊർജം സ്വീകരിക്കാൻ പോകുന്ന, നക്ഷത്രങ്ങളിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ന്യൂ മീഡിയയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇത് വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് മജീദ് ഖാൻ. ഇങ്ങനെ ഓരോ മനുഷ്യനും നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയാൽ, സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായാൽ ഇതിനെ നമുക്ക് ഭയന്ന് മാറ്റി നിർത്തേണ്ടി വരില്ല. ഇതാണ് എനിക്ക് ആകെ പറയാനുള്ള സന്ദേശം. ഞങ്ങൾ ചർച്ചയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട കേൾക്കുന്ന ആർക്കും എന്ത് സംശയവും, ഇതുമായി ബന്ധപ്പെട്ട് എന്തു സംശയം, ഇവൻ എന്നോടാണെങ്കിൽ എന്നെക്കുറിച്ചുള്ള ചോദ്യമോ മറുനാടനെക്കുറിച്ചുള്ള എന്തും ഉത്തരം പറയാൻ തയ്യാറാണ്. സാറ് തീർച്ചയായും വളരെ പരിണിത പ്രജ്ഞനാണ് സെബാസ്റ്റ്യൻ പോൾ സാറ്. അദ്ദേഹത്തോട് തീർച്ചയായും ചോദിക്കുക. അദ്ദേഹം ഒരു പ്രിൻ്റഡ് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു, അദ്ദേഹം അഭിഭാഷകനായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകനാണ്.
വലിയ അനുഭവജ്ഞാനമുള്ള സെബാസ്റ്റ്യൻ പോൾ സാറിനൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞതിൽ നന്ദിയുണ്ട്. തീർച്ചയായും എന്നേക്കാൾ ഒരുപാട് അനുഭവമുള്ള മനുഷ്യനെന്നിൽ അദ്ദേഹത്തോട് ചോദിക്കുക. ന്യൂ മീഡിയയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്നോടും ചോദിക്കാം. താങ്ക് യു. നിർമ്മിത ബുദ്ധിയായാലും ഏത് സാങ്കേതിക വിദ്യയായാലും ഭയത്തോടെയല്ല അതിനെ സമീപിക്കേണ്ടത് എന്നുള്ള വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ് അദ്ദേഹം ഇവിടെ മുന്നോട്ട് വെച്ചത്. ഇരുവരോടുമുള്ള എന്ത് ചോദ്യങ്ങൾക്കുമായി നമ്മളിപ്പോൾ തയ്യാറാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരും. AI മൈക്കാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് 7ാം ദിവസമാണെന്ന് പറഞ്ഞല്ലോ സർ. ഇവിടെ പല സെഷനുകളിലും ചോദ്യം ചോദിച്ച് തുടങ്ങാൻ ഒരു ചെറിയ വൈക്ലഭ്യം ഉണ്ടാവാറുണ്ട്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുരുതുര ചോദ്യമാണ്. തീർച്ചയായും വെൽക്കം സർ. ഏഴാം ദിവസം വിശ്രമിക്കാനുള്ള ദിവസമാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷമുള്ള ദിവസമാണ് 7ാം ദിവസം. ഇവിടെ നിങ്ങൾ ഈ 6 ദിവസവും നന്നായി ബുദ്ധിപരമായ ഒരു എക്സർസൈസിൽ ഏർപ്പെട്ട് കാണും ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ അവസാന ദിവസം ചർച്ച ചെയ്യുന്നത് ന്യൂ മീഡിയയെക്കുറിച്ചാണ്. എന്നെ സംബന്ധിച്ച് ന്യൂ മീഡിയ എന്ന് പറഞ്ഞാൽ തുണി അലക്കുന്നതിനും പാത്രം കഴുകുന്നതിനുമുള്ള ഒരു സംവിധാനമായിട്ടല്ല ഞാനതിനെ കാണുന്നത്. അതൊക്കെ ഈ AI-യും ഒന്നുമില്ലാതെ നമുക്കുള്ള ഇൻ്റലിജൻസ് ഉപയോഗിച്ച് തന്നെ മനുഷ്യൻ പല ഉപകരണങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട്. അവൻ്റെ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കുന്നുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെ ഓരോ പടിപടിയായുള്ള പുരോഗതിയാണ്. അത് നമ്മെ എവിടെ എത്തിക്കും? ഞാനെപ്പോഴും ഒരു സ്വാതന്ത്ര്യവാദിയാണ്. മനുഷ്യൻ എല്ലാ കാലത്തും ഒരുപോലെ തന്നെയായിരിക്കും. അവൻ്റെ ഏറ്റവും അഭികാമ്യമായ അവസ്ഥ സ്വാതന്ത്ര്യത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഞാൻ എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേര് തന്നെ ഗുട്ടൻബർഗ് മുതൽ സുക്കർബർഗ് വരെ എന്നാണ്. അതിൻ്റെ ഉപശീർഷകം ഇൻ്റർനെറ്റ് കാലത്തെ ജനാധിപത്യ ചിന്തകൾ എന്നാണ്. എൻ്റെ ഏറ്റവും വലിയ ഉത്കണ്ഠ അതാണ്. നമ്മുടെ ജനാധിപത്യം, ഈ സംവിധാനം അതൊക്കെ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ന്യൂ മീഡിയ എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ ഈ എഴുതുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹോമറിൻ്റെ കാലത്തൊക്കെ അന്ന് എഴുത്തൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഹോമറിൻ്റെ ഈ മഹാകാവ്യങ്ങളൊക്കെ അത് കേട്ട് കേട്ട് ഹൃദിസ്ഥമാക്കുകയാണ്. ഹൃദിസ്ഥമാക്കിയവർ അത് പറഞ്ഞ് പാടിക്കൊടുത്ത് അടുത്ത ആൾ പഠിക്കുകയാണ്. അവിടെ നിന്നാണ് പിന്നെ മറ്റു രീതിയിലുള്ള പേപ്പറസും നമ്മുടെ നാട്ടിലെ ഈ തുഞ്ചൻ്റെയൊക്കെ ഓലയും ഒക്കെ വന്നത്. അപ്പോഴാണ് ഗുട്ടൻബർഗ് അന്ന് കടലാസ് കണ്ടുപിടിച്ചു, മഷി കണ്ടുപിടിച്ചു, കൈകൊണ്ട് പുസ്തകങ്ങൾ എഴുതി വച്ചിരുന്ന കാലത്താണ് യോഹാനസ് ഗുട്ടൻബർഗ് അച്ചടി വിദ്യ കണ്ടുപിടിച്ചത്. ഇന്നിപ്പോൾ വളരെ പ്രാകൃതമായി നമുക്ക് തോന്നിയേക്കാം, പക്ഷെ അന്ന് അതൊരു ഒരു അത്ഭുതം തന്നെയായിരുന്നു. പുസ്തകം അച്ചടിക്കുക എന്നുള്ളത് അറിവിനെ ജനാധിപത്യവൽക്കരിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സംഭവമായിരുന്നു ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രം. അവിടെ നമ്മൾ എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ മഷി വേണ്ട, കടലാസ് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ആശയങ്ങൾ കൈമാറാൻ കഴിയുന്നു. അതിൻ്റെ ആശയങ്ങളുടെ ആഗോള വിന്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ജേർണലിസം ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മാർഷൽ മക്ലൂഹൻ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ മാധ്യമ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത് മീഡിയം ഈസ് ദ മെസ്സേജ് എന്നാണ്. മീഡിയം ഈസ് ദ മെസ്സേജ്. നമ്മൾ കരുതുന്നത് മെസ്സേജ് കൺവേ ചെയ്യുന്നതിനുള്ള മാധ്യമം അതാണ് മീഡിയം എന്നത്. മക്ലൂഹൻ പറഞ്ഞത് അതല്ല. നിങ്ങൾ കരുതുന്ന മാധ്യമം തന്നെയാണ് മെസ്സേജ്. അന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ഒരു ജേർണലിസം ക്ലാസ്സിലും പ്രോപ്പറായി അത് വിശദീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മക്ലൂഹൻ അത് പറഞ്ഞത് മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ്. മൊബൈൽ ഫോൺ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് മക്ലൂഹൻ വിഭാവന ചെയ്തത്. മീഡിയം ഈസ് ദ മെസ്സേജ്. നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നത് മൊബൈൽ ഫോണിലൂടെ കിട്ടുന്ന വിവരങ്ങളല്ല. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുന്നത്, സമഗ്രമായി മാറ്റിമറിച്ചിരിക്കുന്നത്, പരിവർത്തനം ചെയ്യിച്ചിരിക്കുന്നത് ആ ഉപകരണം തന്നെയാണ്, മൊബൈൽ ഫോൺ തന്നെയാണ്. ആ മൊബൈൽ ഫോൺ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ല.
മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ ആ കനേഡിയൻ മാധ്യമ പണ്ഡിതൻ മൊബൈൽ ഫോണിൻ്റെ ആവിർഭാവത്തിന് മുമ്പേ മുന്നോട്ട് വെച്ച ആ ആശയം മീഡിയം ഈസ് ദ മെസ്സേജ് എന്നുള്ളത് മൊബൈൽ ഫോണിൻ്റെ കാലത്ത് അതിനെ തുടർന്ന് വന്നപ്പോൾ ഇൻ്റർനെറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ AI വന്ന് നിൽക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ എപ്രകാരം ബാധിക്കുന്നു? ജീവിതത്തെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, പാചക ജോലിയും അലക്ക് ജോലിയും ചെയ്യുന്നതിനല്ല, നമുക്ക് അന്തസ്സോടെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിപൂർണതയിൽ ജീവിക്കുന്നതിന് എത്രമാത്രം സൗകര്യങ്ങൾ ഒരുക്കി തരും, അതാണ് ചിന്തിക്കേണ്ടത്. ആ ചിന്തയിലാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ ചിന്തയിലാണ് ന്യൂ മീഡിയ ആൻഡ് സൊസൈറ്റി, അല്ലെങ്കിൽ ന്യൂ മീഡിയ ആൻഡ് മാൻ, ന്യൂ മീഡിയ ആൻഡ് വുമൺ, ന്യൂ മീഡിയ ആൻഡ് ഹ്യൂമാനിറ്റി, അങ്ങനെ ഏത് രീതിയിലും നമുക്ക് ഇതിനെ കാണാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്ക് കൂടുതൽ അറിവല്ല, നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഒരു കൗതുകം ഈ കാര്യത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് തീർച്ചയായും ചോദ്യങ്ങൾ ചോദിക്കണം. ആ ചോദ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വീണ്ടും സംസാരിച്ചത്. തീർച്ചയായും ചോദിക്കുക, ചോദിക്കുന്നവർക്ക് ഉത്തരം കിട്ടും. ഇനി എനിക്ക് തോന്നുന്നു 4.5 മിനിറ്റ് ഇവിടെ കണ്ടുള്ളെന്ന് തോന്നുന്നു അല്ലേ? ഇനി 4.5 മിനിറ്റല്ലേ ഉള്ളൂ. ആരെങ്കിലും ചോദിക്കണോ? ചോദിക്കൂ. കുട്ടികൾ ചോദിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു തുടങ്ങിയത്. ആർദ്ര പറഞ്ഞതുപോലെ എല്ലാവരെയും ഒരു ചോദ്യക്കടൽ അവിടുന്ന് വരും എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എനിക്കിപ്പം 65 വയസ്സായി, അപ്പോൾ എത്രയോ നാൾക്ക് മുമ്പ് 10ാം ക്ലാസ്സിൽ പത്രധർമ്മം എന്ന് പറഞ്ഞ മലയാള പുസ്തകത്തിൽ ഒരു പാഠം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ച് വളരെ കോരിത്തെരിച്ചിട്ടുണ്ട് ഞാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കാണ് പത്രധർമ്മം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചിരുന്ന കാലമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയി, എല്ലാ മേഖലകളിലും. ഈവൻ മീഡിയയുടെ കാര്യത്തിലാണെങ്കിലും സാജൻ സ്കറിയ ഇവിടെ സൂചിപ്പിച്ച ഓൺലൈൻ മീഡിയയുടെ ഒരുപാട് കാര്യങ്ങളും, അതിൽ തന്നെ ഒരു മത്സരം വന്നപ്പം ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ആ വാർത്തയുടെ യാഥാർത്ഥ്യം അറിയുന്നതിന് മുമ്പ്, മത്സരബുദ്ധി കൊണ്ടായിരിക്കാം, കുറേയൊക്കെ സങ്കല്പങ്ങളും ഒക്കെ വെച്ച് എല്ലാവരും അങ്ങ് പ്രക്ഷേപം ചെയ്യുകയാണ്. അപ്പോൾ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെന്നോ എന്നും വിചാരിക്കാതെ ഈ പത്രധർമ്മം ചവിട്ടിമെതിക്കപ്പെടണമോ എന്നുള്ള ഒരു കോൺഷ്യസ് ക്വസ്റ്റ്യനാണ് എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കാൻ. ഞാൻ പറഞ്ഞോട്ടെ. ഇത് ഗൗരവമേറിയൊരു വിഷയം തന്നെയാണ്. ഞങ്ങളൊക്കെ പഠിച്ച ജേർണലിസത്തിൽ, സെബാസ്റ്റ്യൻ പോൾ സാറിനെ പോലെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ജേർണലിസത്തിൽ, അവർ പ്രാക്ടീസ് ചെയ്ത ജേർണലിസത്തിൽ നിർബന്ധമായും പത്രധർമ്മം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കാരണം പ്രിൻ്റഡ് പത്രങ്ങളാണ് അന്നുണ്ടായിരുന്നത്. പ്രിൻ്റഡ് പത്രങ്ങൾക്ക് ഒരു ഡെഡ് ലൈനുണ്ട്, ഒരു രാത്രി ഇന്ന സമയത്തിന് മുമ്പ് വാർത്ത തീർത്ത്. അതുകൊണ്ട് ഈ വാർത്ത സ്ഥിരീകരിക്കാനും മറുഭാഗം കേൾക്കാനും ഒക്കെയുള്ള സമയമുണ്ട്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇപ്പോഴും അച്ചടി മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ആധികാരികത കൊണ്ട്. പ്രിൻ്റഡ് പത്രങ്ങളിൽ വരുന്ന തെറ്റുകളായിരിക്കും മറ്റു മാധ്യമങ്ങളെക്കാൾ വളരെ കുറവായിരിക്കുന്നത്. പക്ഷേ മത്സരത്തിൻ്റെ ലോകമാണിത്. ഒരു വാർത്ത ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വാർത്ത ബ്രേക്ക് ആവുമ്പോൾ അതിൻ്റെ ആധികാരികതയ്ക്ക് വേണ്ടി പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ആ ആധികാരികത പരിശോധിക്കുന്നതിന് ഔട്ടാവും. അതുകൊണ്ട് ഈ ഭയങ്കരമായ മത്സരത്തിൽ മുമ്പിലുള്ള വഴി ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യുക എന്ന് മാത്രമേ, വേറെ നിവൃത്തിയില്ല. കാരണം എത്ര വേഗം ആളുകളുടെ മുമ്പിൽ എത്തിക്കുന്നു അത്രയും വേഗം എത്തിക്കുക എന്നുള്ള ധർമ്മമുണ്ട്. പക്ഷേ ഈ ചെയ്യാൻ കഴിയുന്ന കാര്യം, ഞാൻ ഈ TV-കൾ തുടങ്ങിയ ഒരു പ്രശ്നമാണത്. TV ആണ് മുമ്പിൽ നിൽക്കുന്നത്, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വളരെ ലളിതമാണ്. പിന്നീട് അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിൻ്റെ മറുഭാഗം വ്യക്തമാകും. അതുകൂടി സംപ്രേഷണം ചെയ്യാനുള്ള മര്യാദ കാണിക്കാം ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പത്രങ്ങൾ അതിനെ ഞാൻ പഴി പറയുന്നത് പ്രിൻ്റഡ് പത്രങ്ങളെയാണ്. കാരണം പ്രിൻ്റഡ് പത്രങ്ങൾ ഇതുവരെ പരമ്പരാഗത രീതിയിൽ വെരിഫൈ ചെയ്തിട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് അവർക്കുള്ളത്. അപ്പോൾ ചില പെശകുകൾ അവർക്ക് സംഭവിച്ചാൽ അവരെ സമ്മതിക്കത്തില്ലായിരുന്നു, അവരെ തെറ്റിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കാറ്. ആ ഒരു പാരമ്പര്യമാണ് ഈ തെറ്റായ വാർത്തകൾ കൂടുതൽ സംപ്രേഷണം ചെയ്യുന്ന ന്യൂ മീഡിയയും ചാനലുകളും ചെയ്യുന്നത്. അതിനൊരു മാറ്റമുണ്ടായാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
നമ്മളിവിടെ ജേർണലിസം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം അതും അതിൻ്റെ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെടുത്തിയാണ് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പണ്ട് എഴുതുന്നതിന്, രേഖപ്പെടുത്തുന്നതിന് ഒരു മാധ്യമവും ഉണ്ടായിരുന്നില്ല. അന്ന് വാമൊഴി ആയിരുന്നു. പിന്നീട് പല സംവിധാനങ്ങൾ വന്നു. പിന്നീടാണ് അച്ചടി മഷി വന്നത്. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിനെ കുറിച്ച് പറയുന്നത് പോലെയായിരുന്നു അച്ചടി മഷി, പ്രിൻറ്റിംഗ് ഇങ്ക്. നെപ്പോളിയൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫ്രാൻസിൽ അച്ചടി മഷിയുടെ വിപണി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരുന്നെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുമായിരുന്നില്ല എന്ന്. കാരണം അവിടെ അച്ചടി വിദ്യയുടെ വിജയമായിരുന്നു ഫ്രാൻസിലെ വിപ്ലവം. പിന്നീട് എന്തെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഗുട്ടൻബർഗ് മുതൽ സുക്കർബർഗ് വരെ എന്ന് പറഞ്ഞു. ഇൻ്റർനെറ്റ് കാലത്തെ ജനാധിപത്യ ചിന്തകൾ, അതായിരുന്നു എൻ്റെ വിഷയം. ആ വിഷയം ഇപ്പോഴും പ്രസക്തമാണ്. ഇൻ്റർനെറ്റും കഴിഞ്ഞ് അതിനും അപ്പുറത്തേക്ക് പോകുന്ന ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇനിയും മറ്റു പലതും വരുമായിരിക്കാം. അപ്പോഴും മനുഷ്യൻ തന്നെയായിരിക്കും. നമുക്കൊന്നും നമ്മുടെ രൂപത്തിലൊന്നും ഒരു മാറ്റവും വരില്ല. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ ഹൃദയം, നമ്മുടെ മനോവ്യാപാരങ്ങൾ, നമ്മുടെ പ്രണയം, നമ്മുടെ ദുഃഖങ്ങൾ എല്ലാം, അതിലൊന്നും മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഈ സംവിധാനങ്ങൾ എപ്രകാരം കൂടുതൽ സുഖകരമാക്കുന്നു, അല്ലെങ്കിൽ നിയന്ത്രണമാണ് വരുത്താൻ പോകുന്നത്, പരിമിതികളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതാണ്. അപ്പോൾ ഈ മാധ്യമധർമ്മത്തെക്കുറിച്ച് ഏതൊരു വേദിയിൽ, പ്ലാറ്റ്ഫോമിൽ ഇരുന്നാലും ഈ ചോദ്യം വരാറുണ്ട്. ഞാനതിനെ ഏറ്റവും നന്നായി സ്വാഗതം ചെയ്യുന്ന ആളാണ്. കാരണം വായനക്കാർ, പ്രേക്ഷകർ മാധ്യമധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഞാൻ കാണുന്ന പ്രതീക്ഷ. അത് വലിയൊരു വമ്പിച്ച പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരുത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ ഇവിടെ. ഞാൻ എഴുതിയ മറ്റൊരു പുസ്തകത്തിൻ്റെ പേര്, ഞാൻ ബുക്ക് പ്രൊമോഷൻ നടത്തുകയല്ല, എന്നാലും മറ്റൊരു പുസ്തകത്തിൻ്റെ പേര് പീലാത്തോസ് എഴുതിയത് എഴുതി എന്നായിരുന്നു. പീലാത്തോസ് എഴുതി, പക്ഷെ അദ്ദേഹം തിരുത്താൻ തയ്യാറായില്ല. യേശുവിൻ്റെ കുരിശിന് മുകളിൽ ഇവൻ യഹൂദരുടെ രാജാവ് എന്നെഴുതിയപ്പോൾ യഹൂദ പ്രമാണിമാർ പറഞ്ഞു, അങ്ങനെയല്ല എഴുതേണ്ടത്, യഹൂദരുടെ രാജാവ് എന്ന് ഇവൻ സ്വയം അവകാശപ്പെട്ടു എന്നെഴുതണം. അപ്പോഴാണ് പീലാത്തോസ് പറഞ്ഞത്, ഞാൻ എഴുതിയത് എഴുതി. ഈ ഞാൻ എഴുതിയത് എഴുതി എന്ന പീലാത്തോസിയൻ മനോഭാവത്തിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് തെറ്റുകൾ തിരുത്തപ്പെടാതെ പോകുന്നത്. തിരുത്തപ്പെടാതെ പോകുന്ന തെറ്റുകൾ വലിയ അപകടത്തിന് കാരണമാകും. പക്ഷെ അങ്ങനെയുള്ളവരെ കൊണ്ട് തിരുത്തിക്കാൻ, അവർക്ക് പ്രായശ്ചിത്തം ചെയ്യിക്കാൻ വായനക്കാർക്ക് കഴിയും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിൽ റൂപ്പർട്ട് മർഡോക്കിനുണ്ടായ അനുഭവം. അവിടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള പത്രമായിരുന്നു സൺഡേ ന്യൂസ് പേപ്പറായിരുന്നു ന്യൂസ് ഓഫ് ദ വേൾഡ്. അത് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ, പ്രൈവസി, സ്വകാര്യതയെ ബാധിക്കുന്നതിൽ വിഷയങ്ങൾ വന്നപ്പോൾ ആ പത്രം അടച്ചുപൂട്ടേണ്ടി വന്നു. ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ടാബ്ലോയിഡാണ് സൺ. ആ പത്രവും ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നില്ല. അവിടെ ഹാരി രാജകുമാരന് 10 കോടി പൗണ്ട്, ഞാൻ തുക ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടാകും ഞാൻ പറയുന്നത്, വമ്പിച്ച നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തുക കൊടുത്ത് ചില സ്വകാര്യതാ ലംഘന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വായനക്കാരുടെ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ അത് വലിയ സമ്മർദ്ദമാണ്, വലിയ ശക്തിയാണ്. അതുകൊണ്ട് മാധ്യമധർമ്മത്തെക്കുറിച്ച് കോൺഷ്യസ് ആയിട്ടുള്ള വായനാ സമൂഹം വർദ്ധിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് നമ്മുടെ പത്രങ്ങൾ നന്നായിരിക്കുന്നു, ആ പത്രങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ ഒരു രക്ഷാബോധം ഉണ്ടാകുന്നത്. മറ്റെല്ലാം സാങ്കേതിക വിദ്യയാണ്. നമ്മൾ കടലാസ് കണ്ടുപിടിച്ചു, മഷി കണ്ടുപിടിച്ചു, ടൈപ്പ് റൈറ്റർ വലിയ വിപ്ലവമായിരുന്നില്ലേ, ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് വന്നു. ഇപ്പോൾ കീബോർഡും വിരലും ഇല്ലാതെയും ചിന്തിച്ചാൽ അച്ചടിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടിരിക്കും, സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അടിസ്ഥാനപരമായ അല്ലെങ്കിൽ മൗലികമായ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവില്ല. യെസ് സർ. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാധാകൃഷ്ണൻ. ഇപ്പം ലതമ്മ സൂചിപ്പിച്ചതിനോട് ചേർത്ത് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഒരു 20 വർഷം മുൻപ് ഈ നവമാധ്യമ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ വിവരസാങ്കേതിക വിദ്യയുടെ ഈ ആവിർഭാവത്തിന് മുൻപ് നമ്മളൊരു പത്രം കിട്ടിക്കഴിയുമ്പോൾ ആ പത്രത്തിൽ വരുന്ന വാർത്തകളിൽ നമുക്കൊരു 99% വിശ്വസിച്ച് നമുക്ക് അത് കഴിഞ്ഞിട്ട് മുൻപോട്ട് തീരുമാനം എടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എന്തോ വിവരസാങ്കേതിക വിദ്യ വന്നതിന് ശേഷം നമുക്കൊരു വാർത്ത കിട്ടിയാൽ, ഇപ്പം ബഹുമാനപ്പെട്ട ഷാജൻ സ്കറിയ സാർ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു മീഡിയ ആകാമെന്ന് പറഞ്ഞതോടുകൂടി
അവരവർക്ക് തോന്നുന്ന എന്തോ ഒരു ഐഡിയകൾ, അത് നല്ലതാവട്ടെ ചീത്തയാകട്ടെ, അവരതിൻ്റെ മുൻപോട്ടേക്കുള്ള നല്ലതോ ചീത്തയോ ഒന്നും ചിന്തിക്കാതെ പടച്ചു വിടുന്നത് കൊണ്ടിട്ട് അപ്പം അത് സമൂഹത്തിനുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ചിന്താഗതി ഉണ്ടായിട്ടുണ്ടോ? ഒന്നും കൂടെ, ഇന്നലെ ഇവിടെ സംസാരിച്ച ഒരു മോഡറേറ്റർ പറയുകയുണ്ടായി, വാട്ട് ഈസ് ഗുഡ് ഫോർ യു ഈസ് നോട്ട് ഗുഡ് ഫോർ അസ്. അതായത് പത്രക്കാർക്ക് നമ്മൾക്ക് നല്ലത് എന്താണോ അത് പത്രക്കാർക്ക് നല്ലതാവണമെന്നില്ല. ഇറ്റ് ഹാസ് നോ ന്യൂസ് വാല്യൂ. അതാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്. ഇത് രണ്ടുമാണ് എൻ്റെ ചോദ്യം. ഇത് all good is not good. All good news is a bad news. ഇതിൻ്റെ അകത്ത് That's it. ഇതിൻ്റെ അകത്ത് ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മാർക്സ് പറഞ്ഞ പോലെ മാറ്റം എന്ന വാക്കൊഴികെ എല്ലാ മാറ്റത്തിനും വിധേയമാകുമെന്ന് പറഞ്ഞ മാതിരി. ഇപ്പോൾ ഉദാഹരണത്തിന് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞൊരു പോർട്ടൽ തുടങ്ങി ഞങ്ങളങ്ങ് പൊക്കോടും. പക്ഷേ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായി ഞാൻ ചെയ്യുന്ന വീഡിയോകൾ എത്തുന്നു. വാസ്തവത്തിൽ അത് പത്രപ്രവർത്തനമാണോ? അല്ല, അത് എഡിറ്റോറിയലാണ്. പത്രങ്ങൾക്കൊരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, അത് ആരും വായിക്കാറില്ലായിരുന്നു, അതാണ് സത്യം. എന്നാൽ ഈ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ എഡിറ്റോറിയലിനെ വാർത്തയാക്കി. അപ്പം ഈ പത്രപ്രവർത്തനത്തിൻ്റെ മെറിറ്റും പ്രിൻസിപ്പിൾസും വെച്ച് നോക്കിയാൽ അത് വാർത്തയല്ല, അത് എത്തിക്കലല്ലെന്ന് വേണേൽ പറയാം. പക്ഷേ ഇത് മാറ്റമാണ്. ഈ മാറ്റം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തും സംഭവിക്കാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന നമുക്കിതൊക്കെ തിയററ്റിക്കലി അല്ല ശരിയാണ്, പക്ഷേ ടെക്നോളജി മാറുമ്പോൾ നമ്മൾ ഈ തിയറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ടെക്നോളജി ഒന്നും ഇല്ല. അപ്പം ധാർമ്മികത എന്ന് പറയുന്ന സാധനം എടുത്ത് നോക്കുമ്പോൾ ശരിയാണ്, പക്ഷേ ഇത് മത്സരമല്ലേ? ഇപ്പം ഞാൻ ചോദിക്കണത്, ഈ കർണാടകയിലെ ഷിരൂരിൽ ഒരു ലോറിയിൽ ഒരു ചെറുപ്പക്കാരനെ കാണാതെ പോകുന്നു. എത്രയോ ആയിരക്കണക്കിന് അപകടങ്ങൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. അതിന് മാത്രം എങ്ങനെയാണ് ഇത്രയും പ്രാധാന്യം വന്നത്? അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു ജിജ്ഞാസയാണ്. ഈ ജിജ്ഞാസ മാധ്യമങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിരുന്നില്ലെങ്കിൽ അത് നിന്ന് പോയേനെ. പക്ഷെ ജനങ്ങൾ ഏറ്റെടുത്തു. ജനങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരാൻ അവർക്കറിയാം. അവിടെ അത് ഏറ്റവും ടിപ്പിക്കൽ എക്സാമ്പിളാണ്. 2 ചാനലുകൾ ഇത് ഭംഗിയാണ് എന്ന് തർക്ക വിഷയം. 2 ചാനലുകൾ അവരുടെ മാർക്കറ്റിങ്ങിൽ വിജയിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ട്രഡീഷണൽ ചാനലുകൾക്ക് പറ്റാതെ വന്നു. അവർക്ക് ഓടിച്ചെല്ലേണ്ടി വന്നു. ഇതൊരു വലിയ വിഷയമാണ്. എന്നോട് നമ്മുടെ സേവി മനോ മാത്യു എന്ന് പറയുന്ന ഒരാളുണ്ട്. ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യമുണ്ട്. ഈ മെർക്കിസ്റ്റൺ എസ്റ്റേറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വാർത്ത അങ്ങ് അന്നത്തെ കാലത്ത് പെട്ടെന്ന് വാർത്തകൾ വരുന്നു. അദ്ദേഹം രേഖകളുമായി പത്ര ഓഫീസുകളിൽ ചെല്ലുന്നു. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം, ഇനി മാറ്റാൻ പറ്റത്തില്ല, ഇനി ഞങ്ങൾ നിങ്ങൾക്കെതിരാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങളുടെ രേഖയൊക്കെ കണ്ടു, പക്ഷേ ഇനി തിരുത്തിയാൽ ഞങ്ങളുടെ വിശ്വാസ്യത പോവും. ആ ഒരു കാലം അന്നും ഉണ്ടായിരുന്നു എന്നാണ് ഞാനീ പറഞ്ഞത്. അത് ഇപ്പം ഈ ടൈം ഒരു പ്രശ്നമായി കഴിഞ്ഞപ്പോൾ, അതേസമയം ഞാൻ പറഞ്ഞു തിരുത്താൻ പറ്റും ഇപ്പം. കാരണം ഞങ്ങളിത് രാവിലെ അവതരിപ്പിച്ചപ്പോൾ ഇങ്ങനൊരു വശം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ വന്നൊരു വീഡിയോ, ഒരു ശാസ്ത്രമേളയിലാണ് എന്ന തരത്തിലാണ് പ്രചരിച്ചത്. ഒരു സ്കൂളിൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും സ്വർഗത്തിലേക്ക് വഴി തെറ്റാതെ പോകുന്ന എങ്ങനെ കുട്ടി കാണിച്ചു കിടക്കും. ശാസ്ത്രമേളയിലാണ് എന്നാണ് വന്നത്. അത് ആ തരത്തിൽ പ്രചരിപ്പിച്ചു. പക്ഷെ പിന്നീട് വന്ന് അതല്ല, അതൊരു മദ്രസ ക്ലാസ്സിലാണ്. മദ്രസ ക്ലാസ്സിലാണ് അങ്ങനെ പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല. സ്വർഗത്തിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ കാണിക്കുന്നത് തെറ്റ്. ഇത് ശാസ്ത്ര ഗവേഷണത്തിൽ കാണിക്കുമ്പോഴാണ് തെറ്റ് വരുന്നത്. അപ്പം ഞാൻ ആദ്യം പോസ്റ്റ് ഇട്ടിരുന്നു, ഇതാണോ നമ്മുടെ പലരും കണ്ടപ്പോൾ പെട്ടെന്ന് വെരിഫൈ ചെയ്യേണ്ടി തോന്നിയില്ല, കാരണം ശാസ്ത്രമേള പോലെ തോന്നി. അപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഇതായിരുന്നു നമ്മുടെ സ്പീക്കർ പറഞ്ഞ സയൻറ്റിഫിക് ടെമ്പർ എന്ന് ചോദിച്ചാൽ പോസ്റ്റ് ഇട്ടു. പക്ഷെ അത് മനസ്സിലായി പിന്നീട് മദ്രസയിലാണ്, തിരുത്തി. മദ്രസയിലാണെങ്കിൽ തെറ്റില്ല, കാരണം മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് സ്വർഗത്തിൽ പോകേണ്ടത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതിന് എളുപ്പവഴി കാണിച്ചു കൊടുക്കാം. പക്ഷേ ഇത് ശാസ്ത്രമേളയിലാണ് പ്രശ്നം. ഇത്തരത്തിൽ തിരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ചെയ്യാൻ ഈ മാധ്യമങ്ങളെ നിർബന്ധിച്ചാൽ പറ്റും, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു സർ. നമ്മുടെ ഈ നിർമ്മിത ബുദ്ധി മാധ്യമപ്രവർത്തനത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയൊരു സംശയമാണ്. നമ്മൾ പലപ്പോഴും ഈ സാങ്കേതിക വിദ്യകൾ പലപ്പോഴും മാധ്യമപ്രവർത്തനത്തിലേക്ക് നമ്മൾ എത്തിക്കുമ്പോഴും ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരിക്കലും കണ്ടൻറ് ക്രിയേഷനിലേക്ക് പോയിരുന്നില്ല. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കടന്നുവരവ് നമ്മുടെ ഒരു കണ്ടൻറ് ക്രിയേഷനിലേക്ക് വരുമ്പോൾ അത് എത്രമാത്രം നമ്മുടെ മാധ്യമധർമ്മത്തെ അത്
അത് ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ? രണ്ടുപേരോടും കൂടിയുള്ള ഒരു ചോദ്യമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ പറയുന്ന AI അത് ഒരു യാന്ത്രിക സംവിധാനം മാത്രമാണ്. യന്ത്രത്തിന് ധാർമ്മിക ചിന്തയില്ല, ധർമ്മബോധവുമില്ല. യന്ത്രത്തെ പോലെ പ്രവർത്തിക്കും. ഇപ്പോൾ നമുക്ക് വലിയ വിസ്മയമായി തോന്നുന്ന ഈ കാര്യമുണ്ടല്ലോ, ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ 1965-66 കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു ചെറിയ ലേഖനം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അന്നവർ പറഞ്ഞു, ഒരു ചിമ്പാൻസിയുടെ മുന്നിൽ ഒരു ടൈപ്പ് റൈറ്റർ വെച്ച് കൊടുത്തു, കടലാസം വെച്ച് കൊടുത്തു. ഈ ചിമ്പാൻസി അതിന് തോന്നിയതുപോലെ ടൈപ്പ് റൈറ്ററിൽ കീബോർഡ് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ പലതും കിട്ടി. ഷേക്സ്പിയറുടെ ഒരു സോണറ്റിന് തുല്യമായ ഒരു സോണറ്റ് പോലും ചിമ്പാൻസി അടിച്ചു. അന്ന് വലിയ കൗതുക വാർത്തയായിരുന്നു അത്. എന്നതുപോലെ AIക്ക് പലതും ചെയ്യാൻ കഴിയുമായിരിക്കാം. ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ വായനക്കാരൻ നിനക്കുള്ള സംശയം, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എഡിറ്റോറിയൽ എഴുതുന്ന ഒരു പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പത്രമാണ്. ഞാൻ പറയാൻ കാരണം അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ശിഥില ചിന്തകളാണ്. ഒരു മനുഷ്യൻ എഴുതുന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു എഡിറ്റർ എഴുതുന്ന എഡിറ്റോറിയലായി അതിനെ കണക്കാക്കാൻ കഴിയില്ല. അതേസമയം നിങ്ങൾ ഹിന്ദുവിൻ്റെ വായിച്ചു നോക്കുക, ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ അത് പണ്ഡിതനായ ഒരു മനുഷ്യൻ ഇരുന്ന് എഴുതുന്നതാണ്. വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാം നമുക്ക് ഈ നിർമ്മിത ബുദ്ധിയെ ഏൽപ്പിച്ച് പിന്മാറാം, അങ്ങനെ ഒരു അവസ്ഥ സാധ്യമല്ല. ഇപ്പോൾ മലയാളത്തിൽ മാധ്യമം ആഴ്ചപ്പതിപ്പ് അവരുടെ 2 ലക്കങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കി എന്നവർ പറയുന്നു. അതിൻ്റെ പോരായ്മയും അതിൽ കാണാനുണ്ട്. മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യന് തന്നെ ചെയ്യേണ്ടി വരും. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രത്യേകത സർഗാത്മകതയാണ്, ക്രിയേറ്റിവിറ്റി, യുക്തിസഹമായ ചിന്ത. അതൊക്കെ എങ്ങനെയാണ് ഒരു യന്ത്രത്തിന് ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് AI എന്നത് മനുഷ്യൻ്റെ അധ്വാനത്തെ ലഘൂകരിക്കുന്ന ഒരു സംവിധാനമായി മാറിയേക്കാം. അത് മാറട്ടെ, വിരോധമൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ്റെ ചിന്ത, മനുഷ്യൻ്റെ നൈസർഗികമായ ചോദനകൾ, അവൻ്റെ സർഗാത്മകത, അതൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കും. നമുക്ക് പറ്റിയ അബദ്ധം ഇവിടെ ഇതിനു മുൻപത്തെ സെഷനിൽ, വനിതാ സെഷനിലും ആ പരാമർശമുണ്ടായി. കുളിമുറിയിലെ എഴുത്തുകൾ, ചുവരെഴുത്തുകൾ. അതിന് ഞാനൊരു ലേഖനത്തിൽ ഉപയോഗിച്ച വാക്ക് ടോയ്ലറ്റ് ഗ്രാഫിറ്റി എന്നാണ്. അത് ഒരു കലാരൂപമായിരുന്നില്ലേ? എല്ലാ തീവണ്ടികളുടെയും ടോയ്ലറ്റിൽ ചില ഫോൺ നമ്പറുകളും ചില പേരുകളും ചില ചിത്രീകരണങ്ങളും ഒക്കെ കാണുമായിരുന്നു. അത് മാധ്യമപ്രവർത്തനമാണ് എന്ന് തെറ്റിദ്ധരിച്ചാൽ, അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. ആ തീവണ്ടികളിലെ ടോയ്ലറ്റ് ഗ്രാഫിറ്റി ഡിജിറ്റൽ രൂപത്തിലായി. ഇപ്പോൾ ഡിജിറ്റൽ ടോയ്ലറ്റ് ഗ്രാഫിറ്റിയായി മാറി. അതൊന്നുമല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. പണ്ട് കുളക്കടവുകളിൽ നമ്മൾ പല വാർത്തകളും കേട്ടിരുന്നു, അത് വാർത്തയായി നമ്മൾ സ്വീകരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ഡിജിറ്റൽ കുളിക്കടവുകളിൽ നമ്മൾ കേൾക്കുന്നതെല്ലാം അത് വാർത്തയായി നമ്മൾ കരുതുകയാണ്. അത് നമ്മുടെ പോരായ്മയാണ്, നമ്മുടെ ഡെഫിഷ്യൻസിയാണ്. ജേർണലിസം എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഇപ്പോൾ ഷാജൻ സ്കറിയ ദീപികയിൽ ചെന്നപ്പോൾ ആദ്യ ദിവസം തന്നെ സബ് എഡിറ്റർ എന്ന നിലയിൽ ഒരു പേജിൻ്റെ ചുമതല കിട്ടി എന്ന് പറഞ്ഞില്ലേ? പക്ഷെ അദ്ദേഹത്തിന് തോന്നിയ പോലെ പേജ് ഇറക്കാൻ കഴിയുമോ? ആ പത്രത്തിനൊരു നയമുണ്ട്, ആ പത്രത്തിന് റിപ്പോർട്ടർമാരുണ്ട്, ആ വാർത്ത പ്രോസസ്സ് ചെയ്യുന്ന ആളുകളുണ്ട്, എല്ലാറ്റിലും ഉപരി ചീഫ് എഡിറ്ററുണ്ട്, അതിനിടയിൽ പ്രൂഫ് റീഡർമാരുണ്ട്. ഇങ്ങനെ പല കൈകളിലൂടെ, പല അരിപ്പകളിലൂടെ കടന്നുപോയി സംശുദ്ധീകരിച്ചതിന് ശേഷമാണ് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പേജ് പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ അതില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. അതാണ് ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നത്. ആ സംവിധാനത്തിന്, ഈ യാന്ത്രിക സംവിധാനത്തിന് ന്യൂ മീഡിയ എന്ന പേര് നൽകിയത് തന്നെയാണ് ആദ്യത്തെ തെറ്റ്. അതൊരു മാധ്യമ പ്രവർത്തനമൊന്നുമല്ല, അത് വെറുമൊരു സങ്കേതം മാത്രം, സാങ്കേതിക വിദ്യ മാത്രമാണ്. മാധ്യമപ്രവർത്തനം എന്നുള്ളത് അതിനേക്കാളൊക്കെ ഉപരിയായി 100-400 കൊല്ലത്തെ പഴക്കമുണ്ട് ഈ അച്ചടിച്ച പത്രങ്ങൾക്ക്. പലതരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ക്ലാസ്സുകളിലേക്ക് പറയാറുണ്ട് ഞങ്ങൾ, മാഞ്ചസ്റ്റർ ഗാർഡിയൻ്റെ പ്രഖ്യാതനായ എഡിറ്റർ CP സ്കോട്ട്, അദ്ദേഹം 100 കൊല്ലം മുമ്പ് എഴുതിയ ലേഖനത്തിലെ ഒരു ലളിതമായ വാചകമുണ്ട്. എന്താ? കമൻറ്റ് ഈസ് ഫ്രീ, ഫാക്ട്സ് ആർ സീക്രഡ്. കമൻറ്റ് ഈസ് ഫ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം പറയാം ഏത് കാര്യത്തെക്കുറിച്ചും. പക്ഷേ ഫാക്ട്സ് സീക്രഡ്, വസ്തുതകൾ പവിത്രമായിരിക്കണം, അതിനെ മലിനമാക്കരുത്. നമ്മളിപ്പോൾ ഈ എല്ലാവർക്കും ഗേറ്റ് തുറന്നിട്ടുകൊണ്ട്
ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്ന് പറഞ്ഞാൽ ടോൾ ഇല്ലാതെ ആർക്കും സഞ്ചരിക്കാവുന്ന ഒരു രാജപാതയാണ്. അവിടെ ആർക്ക് വേണമെങ്കിലും കൂത്താടാം, എന്തും പറയാം, എന്തും വിളിച്ചു പറയാം. അതെല്ലാമാണ് മാധ്യമപ്രവർത്തനം എന്ന തെറ്റിദ്ധാരണയാണ് നമ്മെ അപകടത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തനം അത് പഴയതുപോലെ തന്നെ പരിശീലനം ആവശ്യമുള്ള, മേൽനോട്ടം ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് ഇപ്പോഴും പത്രങ്ങൾ തന്നെയാണ്. കാരണം ക്രെഡിബിലിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മിക്കുന്നതും അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ടതും നമുക്ക് നമ്മുടെ രാവിലെ വീട്ടിൽ കിട്ടുന്ന അച്ചടിച്ചു വരുന്ന പത്രം തന്നെയാണ്. ഒരു വാക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടാണ്. ഈ പത്രവാർത്ത എന്നാൽ അത് ഫാക്ട്സ് മാത്രമായിരിക്കണം, ഒപ്പീനിയൻ ആയിരിക്കരുത് എന്നാണ് ഞാൻ പഠിച്ചത്, സാർ ഞങ്ങളെ പഠിപ്പിച്ചത്. അവിടെയാണ് പ്രശ്നം. അതിന് കാലഹരണപ്പെടും ഈ നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത്. ഞാൻ ഒരു പത്രപ്രവർത്തകനാകാൻ തീരുമാനിച്ചത് എൻ്റെ പരിചയക്കാർ, എൻ്റെ വീട്ടുകാർ നാളെ അറിയാൻ പോകുന്ന വാർത്ത ഞാൻ തലേ ദിവസം രാത്രി അറിയാൻ കഴിയുമല്ലോ എന്ന ആഗ്രഹം കൊണ്ടാണ്. പേജ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ട്. ആഹാ, നാളെയാണ് എൻ്റെ വീട്ടുകാർ കാണാൻ പോകുന്നത്, ഞാനിത് ഈ പറയുന്ന സുഖം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒപ്പീനിയൻ എന്ന് പറയുന്ന എഡിറ്റോറിയൽ പേജിൽ മാത്രം ഒതുക്കി ഫാക്ട്സ് വാർത്തയായി കൊടുത്തിരുന്നതാണ് പത്രപ്രവർത്തനം. സാറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തനം, മഹത്ത് എന്ന് പറയുന്ന, തുടരും എന്ന് പറയുന്ന പത്രപ്രവർത്തനം. പക്ഷേ എൻ്റെ ചോദ്യം, ആ പത്രപ്രവർത്തനത്തിന് മനുഷ്യർ വേണോ? നിർമ്മിതി ബുദ്ധി പോരെ? ലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഫാക്ച്വലായി റിപ്പോർട്ട് ചെയ്യാൻ മനുഷ്യൻ എന്തിനാണ്? ഞാൻ വിശ്വസിക്കുന്നത് ഈ ടെക്നോളജി വന്നപ്പോൾ, സാങ്കേതികവിദ്യ വന്നപ്പോൾ നിന്നുപോയ ഒരു പ്രൊഫഷനുണ്ട്, അറിയാമോ? ഈ പലതും ഈ ഫോൺ, ഫിലിം ഇടുന്ന ക്യാമറ നിന്നുപോയി. ഇതുപോലെ നിന്നുപോകുന്ന ഒരു തൊഴിലായിരിക്കും പത്രപ്രവർത്തനം ഞാൻ വിശ്വസിക്കും. സാധാരണ, അതായത് ഇതുവരെ തുടർന്നു വന്ന പത്രപ്രവർത്തനം. കാരണം ഒരു വാർത്ത എഴുതാൻ മനുഷ്യൻ വേണ്ട. അമേരിക്കയിൽ വിമാനം ഇടിഞ്ഞു വീണു. പണ്ട് ഞങ്ങളൊക്കെ ആ വാർത്ത എഴുതണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾക്ക് ഈ PTIയുടെയോ അല്ലെങ്കിൽ AFന്റെ ഒക്കെ ബൈറ്റ് നോക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും വേണ്ട. ആ സെക്കൻഡിൽ അറിയുവാണ്, ലോകത്ത് വാർത്ത ലഭ്യമാണ്, അതങ്ങ് എഴുതിയാൽ മതി. അപ്പം അതുകൊണ്ട് ഈ സാറ് പറയുന്ന മഹത്തായ പത്രപ്രവർത്തനം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം പത്രപ്രവർത്തനം അവസാനിക്കുന്നതല്ല, പത്രങ്ങൾ അവസാനിക്കുന്നതല്ല. അവിടെയാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പെട്ടെന്ന് നിർത്താം. എല്ലാ വാർത്തയും നമ്മൾ പണ്ട് പത്രം വായിക്കുന്ന എന്തിനാ? പുതിയ വാർത്ത അറിയാനാ. ഇന്ന് ഏതെങ്കിലും പത്രത്തിൽ വരുന്ന ഏതെങ്കിലും വാർത്ത നമ്മൾ അറിയാത്തതുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് വായിക്കണമെന്ന് എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞ വാർത്തയുടെ പുതിയ മുഖങ്ങൾ തുറക്കുന്ന, പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്ന, പുതിയ ഡീറ്റെയിൽസ് ഉള്ള പത്രമുണ്ടാണ്. മനോരമ അതിൽ വിജയിച്ച് നിൽക്കുന്ന അങ്ങനെ. മാതൃഭൂമി ഇപ്പോൾ ചെറിയ പരീക്ഷ നടത്തുന്നുണ്ട്, മറ്റു പത്രങ്ങൾക്ക് സാധിക്കുന്നില്ല. മനോരമ വിജയിച്ച് നിൽക്കുക അതുകൊണ്ട്. അതായത് നമുക്കറിയാവുന്ന വാർത്ത വ്യത്യസ്തമായി അതിൻ്റെ ഡീറ്റെയിലേക്ക് കൊണ്ടിരുന്നതിലേക്ക് മാറി. ആ ഒരു മാറ്റം വരുമ്പോൾ പഴയ പണ്ട് പഠിച്ച ഫാക്ട്സ് മാത്രമേ പാടുള്ളൂ, ഒപ്പീനിയൻ ഇല്ലാതെ. അപ്പം അതിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന രീതിയാണ്. ഇപ്പോൾ എഡിറ്റോറിയൽ ഒരു പേജിൽ ഒന്ന് മാത്രമായിരുന്നു. ഞാൻ 7 എഡിറ്റോറിയൽ ഒരു ദിവസം ചെയ്യാറുണ്ട് വീഡിയോ ആയിട്ട്. അപ്പം ഇത് മാറുവാണ്. സ്വാഭാവികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഈ മാറ്റത്തെ ആ പഴയ ആളുകൾക്ക് സ്വീകരിക്കാൻ. പക്ഷേ മാറും. ഈ ചാനൽ ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ പ്രസ് ക്ലബ്ബിൽ അംഗത്വം കൊടുക്കത്തില്ലായിരുന്നു ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർമാർക്ക്. കാരണം പ്രിൻ്റ് അച്ചടി പത്രക്കാർ വിചാരിച്ചിരുന്ന അവർ മാത്രമാണെന്ന്. അത് മാറി ഇനിയിപ്പോൾ ഡിജിറ്റൽ മീഡിയയ്ക്കുമായി. ഡിജിറ്റൽ മീഡിയക്കാർക്കും അംഗത്വം കൊടുക്കേണ്ട കാലം. ആ മാറ്റം സ്വാഭാവികമാണ്. മാറ്റത്തോടുള്ള എതിർപ്പും സ്വാഭാവികമാണ്. അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒരുമിച്ചിരുന്ന് ഒരു വേദിയിൽ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുപോലെ ഒരു സമ്മിറ്റിനെ അർത്ഥവത്താക്കുന്നത്. നന്ദി ആ സംസാരത്തിന്. ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ ഒരു സ്നേഹ സമ്മാനം സമർപ്പിക്കുന്നതിനായി ഡോക്ടർ ടോം എം ജോസഫിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിന് നമ്മുടെ ഒരു സ്നേഹ സമ്മാനം. പത്രപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രം മുതൽ ഇന്ന് നമ്മളെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വളരെ മികച്ച ആശയങ്ങളാണ് ഇരുവരും 2 അഭിപ്രായ ചേരുകളിൽ നിന്നുകൊണ്ട് തന്നെ പ്രകടിപ്പിച്ചത്. ഒരുപാട് നന്ദി. ഇനി ശ്രീ ഷാജൻ സ്കറിയ. മൂന്നുപേരും ഒരുമിച്ച് മുന്നോട്ട് നിന്ന് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്.